നമ്മുടെ ഹോണ്ട എസ് പി 125ൻ്റെ എൻജിൻ ഓയിലും അതുമണം എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ഞാൻ എൻജിൻ ഓയിലേ ചേഞ്ച് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 3500-4000 കിലോമീറ്ററിൽ ഉള്ളിലാണ്. ഞാൻ സ്വന്തമായിട്ടാണ് എൻജിൻ ഓയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് മാറുന്നത്. നമ്മൾ മാക്സിമം ഓയിലാണെങ്കിൽ ഊറ്റി കളഞ്ഞിട്ടാണ് മാറ്റുന്നത്. പിന്നെ ഓയിൽ ഫിൽറ്റർ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് മാറ്റി കൊടുക്കുന്നത്. എയർ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 13,000-14,000 കിലോമീറ്ററൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് മാറാറുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ അഴിച്ച് ക്ലീൻ ആക്കാറുണ്ട്. വണ്ടിയൊക്കെ ചുമ്മാ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് നോക്കുന്നതൊക്കെ, അതിൻ്റെ പാർട്സൊക്കെ ആണെങ്കിൽ മാറുന്നതൊക്കെ സ്വന്തമായിട്ട് പറ്റുന്നതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വണ്ടിയിൽ എപ്പോഴാണ് എൻജിൻ ഓയിൽ എത്ര കിലോമീറ്റർ കൂടുമ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും എനിക്കും ഒരു ഉപകാരമായിരിക്കും. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരും സ്വന്തം വണ്ടി സ്വന്തമായിട്ട് അറിയാവുന്ന പണിയൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രപഞ്ച സത്യമാണ്. ഞാൻ എൻ്റെ പഴയ വണ്ടിയിൽ പണിതാണ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അങ്ങനെ വണ്ടിക്ക് വലിയ പണിയൊന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പാർട്സൊക്കെ പോകും, അതൊക്കെ മാറ്റും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വലിയ പണിയൊന്നും വന്നിട്ടില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ വണ്ടി കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് നല്ല രീതിയിൽ കഴുകിയെടുക്കാറുള്ളൂ. മിക്ക സമയത്തും വണ്ടിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെളിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മണ്ണും ചെളിയൊക്കെ പറ്റി പിടിച്ചിരുന്നാൽ അതൊക്കെ നമ്മൾ മാക്സിമം കളയാറുണ്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ തുരുമ്പെടുത്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. എവിടെയെങ്കിലും പെയിൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കാറുണ്ട്. അങ്ങനെ അത്യാവശ്യം ചെയ്യാവുന്ന പണിയൊക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ ടൈം വണ്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കാറില്ല. കാരണം പിന്നെ നമ്മൾ റോഡിലേക്ക് ഇറക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പൊടിയും ചെളിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നല്ല സമയം കിട്ടുമ്പോൾ മാത്രം വണ്ടി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കും. അത് വളരെ ചുരുക്കം മാത്രം. ഞാൻ ഈ വണ്ടി എടുത്തത് കോതമംഗലത്തുള്ള ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നാണ്. നമുക്ക് വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് ആണെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ സർവീസ് സെൻറ്ററിലൊന്നും പാർട്സ് വിൽക്കുന്നില്ല. വണ്ടി നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് പാർട്സ് ആണെങ്കിലും മാറ്റിത്തരും. അല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് മാറാനാണെങ്കിൽ അവിടെ നിന്ന് ഒരു പാർട്സും തരില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. സർവീസ് സെൻറ്ററിൽ നിന്ന് പാർട്സ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് പുറത്ത് ലോക്കൽ ഉള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിൻ്റെ പുറത്തുള്ള MRP റേറ്റ് തന്നെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ടൈപ്പ് വണ്ടിയുടെ എന്ത് പാർട്സ് മേടിച്ച് കഴിഞ്ഞാലും ഒറിജിനലാന്ന് അവർ പറഞ്ഞ് തരുന്ന എല്ലാ സാധനവും അതിൻ്റെ പുറത്തുള്ള MRP റേറ്റ് തന്നെ വാങ്ങിക്കാറുണ്ട്. ഒരു കുറവും കിട്ടാറില്ല. ഇതാണ് പുതിയ എയർ ഫിൽറ്റർ. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈലേജ് കുറച്ച് കൂടിയിട്ടുണ്ട്. എയർ ഫിൽറ്ററേ കുറച്ച് മോശമായി കഴിഞ്ഞാൽ പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മൈലേജ് കുറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യമൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെയാണെങ്കിൽ വണ്ടിയുടെ ബാക്കിലത്തെ ടയറാണെങ്കിൽ ഒന്ന് മാറ്റിയായിരുന്നു. കമ്പനി നമുക്ക് തരുമ്പോൾ തീരെ ചെറിയ ടയറാണ്. തീരെ ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറിയ ടയറാണ് ഈ ഹോണ്ടയുടെ SP 125ന് തരുന്നത് കമ്പനി. അത് മാറ്റി കുറച്ചും കൂടെ വലിയ ടയർ ഇട്ടു. അതുകൊണ്ട് കുറച്ച് മൈലേജ് കുറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. നമ്മൾ പിന്നെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ, സ്വന്തമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മിക്ക ആൾക്കാരും വണ്ടി മൊത്തത്തിൽ കുലുക്കിയൊക്കെ ഉള്ള ഓയിൽ മൊത്തം ചാടിച്ച് കളഞ്ഞിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുറത്ത് കൊടുത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അവർ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഊറ്റി തീർക്കുന്നു. ചാടി തീരുമ്പോൾ തന്നെ ചിലപ്പോൾ അടിച്ചു വെച്ചിട്ട് ഓയിലൊഴിക്കും. പക്ഷെ നമ്മൾ മാക്സിമം ഊറ്റി കളഞ്ഞുകൊണ്ടായതുകൊണ്ട് നമുക്കാണെങ്കിൽ പഴയ ഓയിൽ തീരെ കുറവായിരിക്കും വണ്ടിയിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേറെ പല പരിപാടിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഈ വെള്ളമുള്ള തടിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കുത്തൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരാണ്ട് തടി കുറേ കാലം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കൂട്, പട്ടിക്കൂട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് വെള്ളമുള്ള തടിയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കരിയോയിൽ അടിച്ചിട്ട് പണിത് കഴിഞ്ഞാൽ ഒരുപാട് കാലം തടി നിൽക്കും. നമ്മളത് കുറേ വർഷങ്ങളായിട്ട് പരീക്ഷിക്കുന്ന സംഭവമാണ്. ഈ മോട്ടോറിൻ്റെ ഓയിലാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 5ാമത്തെ ബോട്ടിലാണ് ഈ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് എൻജിൻ വർക്കാവുന്നുണ്ട്.